പണിയാട്ടന പുതിയ ട്രൗസറിനെ ഈ പരിവായിക്കുള്ളൂ കേട്ടാ. മാറ്റണ എന്നെ കാണിക്കില്ലേ വീഡിയോയില്? ഒന്നും മാറ്റിയിട്ടില്ലേ? വളഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കണേ. ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കോ? ഇത് ജൈവ കൊലയാണെന്ന്. ഒരു 100 കണക്കിന് എണ്ണാണ്. ഉണ്ടായിക്കോട്ടെ ചേട്ടാ, അത് കംപ്ലീറ്റ് അസോള തിന്ന് കഴിച്ചു. സോനാരേ സോനാരേ, ഒരു വലിപ്പം നോക്കിയില്ലേ കണ്ട. നമ്മുടെ വീട്ടില് അല്ല, പ്രിയപ്പെട്ടവരെ നമസ്കാരം. ആദ്യം പറയട്ടെ, പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം ഒരു അത്യാഹിതം എന്ന് പറയാൻ പറ്റില്ല കേട്ടാ, അത്യാഹിതമല്ല കേട്ടാ, ഒരു സംഭവം ഇമ്രാൻ ചെയ്തു വെച്ചു. എൻ്റെ ഒരു പുതിയ ട്രൗസർ ഞാൻ പണിയാടണ പുതിയ ട്രൗസറിനെ ആൾ മോളിൽ നിന്ന് എടുത്തിട്ട് ഈ പരിവായിക്കുള്ളൂ കേട്ടാ. ദാ ഇമ്രാനെ വിളിച്ചവയ്ക്ക് നോക്കി കേട്ടാ. ഇങ്ങനെയൊക്കെ പുതിയ ട്രൗസർ ഞാൻ കൈക്കോട്ട് കളിക്കാൻ ചേട്ടൻ ഇങ്ങനത്തെ ട്രൗസർ ഇടുന്നതിന് ഇഷ്ടമില്ല, അതാ. ഇങ്ങനെ ആക്കി വെച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല, എത്തിപ്പിടിച്ചിട്ടാണ് ഇത് നിലത്തിയിട്ട് എന്തോണ്. അതിന് നല്ല ഉയരണ്ട്. ടെറസിന്റെ മുകളിൽ നല്ല അത് തിണ്ടുമ്പോ മുകളിൽ ഇട്ടുണ്ടായിരുന്നു. അതുമെന്ന് വീണുകൊണ്ട് വീണുണ്ടാവും, അല്ലാണ്ട് അതുമെന്ന് എടുക്കില്ല. എന്തൊരു സാധനം ഇത് തേങ്ങ. അപ്പൊ ഇന്ന് ഒരു ഗംഭീരിപ്പിച്ചാലോ നമുക്ക്? അതൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. പട്ടിപ്രേമികള് കുഴപ്പമുണ്ടാക്കും. അതെ, ഇന്ന് ഭയങ്കരമായൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. അത് നമുക്ക് നമ്മുടെ പറമ്പിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. എനിക്ക് എൻ്റെ കാർഷിക വൃത്തിയിൽ ഒരു 8-9 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് അങ്ങനെ നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിനുശേഷം ഒരു 8-9 കൊല്ലത്തിന് ശേഷം നമ്മുടെ കൃഷി സ്ഥലത്ത് നടക്കാൻ പോകുന്നതാണ്. അത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ചാർലി പിടി. ആരുടെ അത് സാധനം നാശാക്കിയ അവിടുന്ന് എന്നെ ട്രൗസർ ആരാ കീറിയേ? ട്രൗസർ കാണിച്ചു കൊടുക്ക്. കാണിച്ചാ ഇതാരണ്ട കീറിയേ? ഈ സാധനം ആരാ കീറിയ? നോക്ക്, കടിച്ചു കീറി. ഇതാരാ ഇങ്ങനെ അടുത്തി കൊണ്ടുപോയി ഇതാരാ കീറിയെന്ന് ചെല്ലി കൊണ്ടു ചെന്നാലേ മനസ്സിലാവുള്ളൂ. ഏതൊക്കെ മനസ്സിലാവുണ്ടാവില്ല. ഇപ്പൊ ഇതാരാ കീറിയ? ഇമ്രാൻ പതുങ്ങുന്നു. ഇതാരാ കീറിയേ? ചാർലിക്ക് ഒരു കുഴപ്പമില്ല. ചാർലി കാലോണ്ട് തടസ്സം വീനും. ചാർലി ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് മലർന്ന് കിടന്നു. കണ്ട അടുത്തി വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാർലി ഇങ്ങനെ എടുക്കും ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട്. കിടന്നോടെ നിങ്ങൾ വല്ലാണ്ട് പ്രതീക്ഷിക്കരുതാ. ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഹൈപ്പ് കാണിച്ച് പറയുന്നതാണ് കേട്ടാ. കോട എടുത്ത കാലപ്പരം മഴ പെയ്തു. കുറച്ച് പണികളുണ്ട് നമുക്കിവിടെ. നല്ല കാലാവസ്ഥയായിരുന്നു. അല്ല ചേട്ടാ, പാട്ട് നിർത്തി പോയായിരുന്നു ഇവിടെ പാട്ടും മേളം. നമ്മുടെ ഇതുമില്ലേ നോക്കിയാ, നിറയെ ബൾബുകളാണ്. ബൾബുകൾ പ്രത്യക്ഷപ്പെട്ടു. നോക്കിയാ നിറയെ ബൾബുകൾ കണ്ട കട. ഇത്ര ഒരു 100 കണക്കിന് എണ്ണാണ്. ഉണ്ടായിക്കോട്ടെ ചേട്ടാ, അത് ഉണ്ടാവട്ടെ. പറയാണ് എനിക്ക് എന്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കാണ്ടിരിക്കുന്നത് എന്തിനാ? കണ്ട അതേണ്ട നിറച്ചാണ് ഉണ്ടായി പോണത് കേട്ടാ. കണ്ട ദേ കൊല 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 എന്നാ രജനീകാന്ത് കളകളകളന്ന് പറഞ്ഞ പോലെ നോക്കിയേ വരി വരിയായിട്ട് കണ്ട നിറച്ചാണ് ഉണ്ടായി പോണത്. ഇതിങ്ങനെയാണ് പോണു. ഇത് ഇവിടെയൊക്കെ നിറച്ചുണ്ടായി പോണത്. അപ്പൊ നമ്മുടെ സന്തോഷം എന്തിനാ പ്രകടിപ്പിക്കാണ്ടിരിക്കുന്നത്? സരിതാ, സന്തോഷം നിറയുണ്ടായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാ പോരെ? എനിക്കങ്ങനെ പറഞ്ഞ പറ്റേ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോണത് നമ്മുടെ ഓണത്തിലുള്ള ചെണ്ടുമല്ലികളൊക്കെ നന്നായി തുടങ്ങിയിട്ടാ. ഇനി ഞാൻ നാളെ ചാണം വെച്ച് മണ്ണിടും. ഇനി ഈ ഏരിയയില്ലേ, ഈ ഏരിയയാണ് ക്ലീൻ ചെയ്യാൻ പോണത്. അതിന് മുന്നേ ഞാൻ സംഭവം കാണിച്ചു തരാം. സംഭവം കാണിച്ചു തരാണെന്നല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എനിക്കറിയാവുന്ന കാര്യമാണോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അത് ഒരു മിനിറ്റ് ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരു സാധനം വടിവാട് എടുക്കട്ടെ. വടിവാളൊക്കെ എടുത്തിട്ട് എന്തിട്ട് ചെയ്യാൻ പോണത്? വടിവാടില്ലാണ്ട് പറ്റില്ലേ? ഒരു വട്ടം വടിവാൾ എടുത്തിട്ട് ചേട്ടൻ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ. അയ്യോ അതേതായിരുന്നു? അത് മറ്റേ ഫഹദ് ഫാസിലിന്റെ സിനിമയിലത്തെ മറ്റേ തെങ്ങിന്റെ അപ്പുറത്തേക്ക് തലയാക്കിട്ട് അതെ. നമ്മുടെ ജൈവ ചരിത്രത്തില്, നമ്മുടെ കൃഷിയുടെ ജൈവ ചരിത്രത്തിലത്തെ ഏറ്റവും വലിയ തങ്കലിപികളിൽ എഴുതേണ്ട ഒരു സംഭവമാണ് കേട്ടാ. നമ്മള് ജൈവ കൃഷി ചെയ്തിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു നേന്ത്രക്കൊല. ഇത് വളരെ ശുദ്ധമാണ്. ഇതുപോലത്തെ ഒരു കൊല നമുക്ക് ഒരു 5-8 കൊല്ലം മുമ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഉണ്ടായിരുന്നത് മൂത്തു നമ്മളിത് വെട്ടാൻ പോവാണ്. അതാണ് ഞാൻ സന്തോഷം എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാൻ അവരൊക്കെ തിന്ന് കഴിച്ചു. അത് നാളെ കുറച്ച് ഗപ്പിയില വന്നിട്ടില്ലേ, കംപ്ലീറ്റ് അസോള തിന്ന് കഴിച്ചു.
ഒരു ആസോളം പോലും പോയില്ല. അതാ മീനുകളുടെ എണ്ണം കൂടി സരിത, അതാണ് ഉണ്ടായത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ ഒരു 5-6 ഗപ്പികളെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പകരം നമ്മൾ ഒരു 10-100 കൊണ്ടിട്ടു. ആ 100 കൊണ്ടിട്ട് ഇപ്പോൾ അവരുടെ തീറ്റ കഴിച്ചത് നോക്കിയേ. ഇനിയിപ്പോ ഇവിടേക്ക് വരുന്നത് ഇനി വീട്ടുകൾക്ക് തീറ്റിട്ട് കൊടുക്കാൻ അതന്നെയാ ഉണ്ടായേ. ഇപ്പം തൊട്ടായേ പോയില്ലേ. ഞാൻ സോള ആദ്യം പൂതി കൊണ്ടിട്ടാണെങ്കിൽ മറ്റേ മീനുകളുടെ എണ്ണം കുറയ്ക്കണം. ഞാൻ മറ്റേ സ്റ്റൂൾ എവിടെ ചെയ്തപ്പോഴത് സ്റ്റൂളുമ്മലല്ലേ ഈ സാധനം വെച്ചാണ്. ഏത്? അല്ല, ഒരു സ്റ്റൂളും കൂടി ഉണ്ടല്ലോ. ഇതായിരിക്കണ് എവിടെ? അത് ഇതല്ല. എന്നാലും ആ സോള വെടുപ്പാക്കി തേണ്ട വരില്ലേ? എന്നാലും എൻ്റെ സ്റ്റൂള് ഇവിടെ പോയി. എല്ലാവരും എടുത്തോണ്ടായിണ്ട അല്ല ചേണ്ണാൻ എടുത്തോണ്ടായിണ്ടാവും. അപ്പം ഇതിലത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നേന്ത്രക്കൊല വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്ര കിലോ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് നമ്മുടെ പ്രേക്ഷകർ നിങ്ങളെല്ലാവരും. എന്നിട്ടൊരു ഇൻട്രോയില് പറഞ്ഞ 8-9 കൊല്ലം മുന്നത്തെ കാര്യമൊക്കെ അന്ന് നമുക്ക് 27 കിലോ അടുത്ത് ഒരു കൊല കിട്ടിയിട്ടുണ്ട് അന്ന്. ഓർമ്മയില്ലേ? നമ്മുടെ ബാക്കിൽ നമ്മുടെ കുടിലിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ ഒന്നും തന്നെ ചാരം ചാണകപ്പൊടി ചാണകപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ കൊല വെട്ടൽ ഇന്ന് ഭയങ്കരമായ ആഘോഷങ്ങളാണ്. നമുക്കിതിങ്ങനെ സോനാരേ കയ്യിൽ മറ്റേ അല്ല അങ്ങനെ പാട്ട് പാടി നടക്കേണ്ട സമയമാണിത്. ഇന്ന് പാടി നോട്ടെ. ഇല്ല കയ്യിൽ വാള ഡാൻസ് കളിച്ചേ വെട്ടാനിട്ടേ. അതെ, എന്നാ ഇവിടെ ഇരിക്കണ ആ വലിയ സ്റ്റൂൾ എടുത്തുതരാം. അത് ഞാൻ കൈ പിടിക്കാം. എവിടെയത് വലിയത്? അതിന് ഹൈറ്റ് കുറവല്ലേ? വേണ്ട, അത് മതി. അതായത് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേന്ത്രക്കൊല ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ലേ? ഉണ്ടാവും. അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ചേട്ടൻ തന്നെ പറയാറ്. ഞാൻ തന്നെ പറയാറ്. എനിക്ക് തോന്നില്ല ഞാൻ പറയുന്നു. അയ്യോ, മുകളിലൊന്നും കൂടി ഉണ്ടല്ലോ. ഇതിപ്പോ ഇങ്ങനെ ആയ കാരണം കിട്ടി. മഴ പെയ്യുമ്പോഴത്തേക്ക് മഴ ഭയങ്കരമായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് മൂത്ത കാരണേ അല്ലേ ഒടിയില്ല. കാരണം താന്നുടങ്ങി മറുകിട ശരീരത്തിനടുത്ത് നീങ്ങോട്ടെ. അപ്പം ഞാൻ എൻ്റെ നേന്ത്രക്കൊല ദൈവങ്ങളെ പതുക്കുന്നൊരു കലക്കലക്കാം. ഇത് അതിൻ്റെ പിടുത്തം ഒടിയാൻ്റെതാ മതി. ഇതാണ് നമ്മുടെ മനോഹരമായ നേന്ത്രക്കൊല. ഇത് തൂക്കം നോക്കണം. എനിക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പോകുമ്പോൾ വേറെ തൂണ്ട് പോയി തൂക്കം നോക്കാം. സരിതയ്ക്ക് ഇത് പൊക്കാൻ പറ്റുമോ? സരിത പറ്റില്ല. പൊക്ക് വേണ്ട. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ പഴം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ ജൈവ ഇതിന് നിനക്കതെന്ന് പറയുന്നത് പൊക്കാൻ പറ്റുമോ? നോക്ക്, നീ ജിമ്മിന് പോണതല്ലേ. പൊക്ക്. അല്ല തൂക്കല്ലേ? ആ, ഇപ്പോൾ തൂക്കം നോക്കണം കേട്ടാ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോണതേ അല്ല അവിടേക്കാണ് പോണത്. അവിടേക്ക് കായിക്കോട്ടെ. ചേട്ടാ, ഈ സാധനം ഒന്ന് വെട്ടി ഒതുക്കില്ലെങ്കിൽ ഇത് ഇതിൽ കൂടെ ഇങ്ങനെ ചേട്ടൻ നടക്കുമ്പോ ചേട്ടൻ്റെ കണ്ണുമ്മലും മൂക്കുമ്മലൊക്കെ ഇത് കുത്തിക്കോളും. അത് നാളെ വെട്ട്. നാളെയാ? അത് നാളത്തേക്ക് വെക്കാണ്ട് ഇന്ന് തന്നെ ചെയ്യ്. അത് വെട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, കുറച്ച് പണിയുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്. തോടുമ്പളിക്ക് ഒടിഞ്ഞു പോരുന്നുണ്ട്. അതെ, അത് വെട്ടിട്ട് അത് നമ്മുടെ ഇതാണ് കേട്ടാ. ഈ അകത്തി ചീരന് ഈ മറന്ന കണ്ണിയെ പോവും. കണ്ണിയെ പോകുന്നില്ല, കണ്ണ് പോവും. ഒരു മിനിറ്റ് ആണ് നീക്ക്, ഞാൻ വെട്ടി തരാം, ഒതുക്കി തരാം. നീ ഒതുക്കോ? തൊടുമ്പളിക്കും പോരും എന്ന് പറഞ്ഞാല് ശരി. ഒടിച്ച് അവിടെ ഒതുക്കി വെക്കും. വിറക് എവിടെ വെക്കുക? അവിടെ ഇട്ട് ചേട്ടൻ. ഇത് കൊണ്ടുപോകാനാണോ കത്തിക്കാൻ? അത് കത്തിക്കാനാ ബെസ്റ്റ്. കത്തിക്കാൻ ഇവിടെ വെക്കിട്ടാ. ആയി ബെസ്റ്റ് വിറകട്ടാ. പെട്ടെന്ന് ഒടിയാൻ പറ്റാത്തത് എന്നോട് പറഞ്ഞാൽ മതി. എന്തായാലും എനിക്ക് അകത്തി ചെയ്ത പൂവ് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു, പറ്റിയില്ല. ഒടിക്കണേ ഞാൻ. ആയി ഉഗ്രനെ കത്തിക്കാം അല്ലേ? ചെറിയ പീസുകളാക്കി ഞാൻ തരാം. പക്ഷേ ഞാൻ നീ നിൽക്കട്ടെ, അത് വെട്ടിയിട്ടിട്ട് ഞാൻ കഴിഞ്ഞു കണ്ണിലുള്ളൂ. ഇനി ഒരു അകത്തി ചീര വാങ്ങിക്കണം. ഇല കൂട്ടാൻ വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചില്ല. അകത്തി ചീര എന്ത് വലിയ മരമായി. ചെറിയാടുണ്ട് അവിടെ. അകത്തി ചീര ചെറുതാക്കി നിർത്തിയൊക്കെ. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ. പൊളിഞ്ഞു. ഇവിടെ നിന്നുള്ള വെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കട്ടെ. സരിത ഇവിടെ വരെ വെട്ടിയാൽ മതി.
ഇനി മറ്റേ കൊണ്ടു വെട്ടോത്തി കൊണ്ടു വെട്ടണം, പറ്റില്ല. അല്ല അത് ഇങ്ങനെ ഇങ്ങനെ നിക്കല്ലായിരുന്നേ, നടക്കുമ്പോ ചെലപ്പോ കണ്ണിൽ ഉള്ളു. കടാ ഇതുകൊണ്ട് പോയി വെട്ടിയ ആവില്ലേ. ബാക്കിയില്ല നമുക്ക് വെട്ടത്തി കൊണ്ടു വെട്ടണം, അത് പിന്നെ ആക്കാം. നീ എന്തായാലും വിറക് നീ ആക്കിക്കോ. അപ്പോൾ കായകൊല കിട്ടി, വിറക് കിട്ടി. ഇനി നമ്മൾ ഇത് ശരിയാക്കാൻ പോവാ. കൂർക്കതലേ, ഇവിടെയൊക്കെ കൂർക്കതല നട്ടു ഞാൻ. അതെന്താ വെച്ചാൽ ആ കൂർക്കതലയ്ക്ക് മൂപ്പ് ആയിട്ടില്ലേ, കണ്ട കരിയനണ്ട. കുറച്ചും കൂടി നാൾ കഴിഞ്ഞിട്ട് അത് നടാൻ പാടില്ലായിരുന്നേ. അത് അബദ്ധം പറ്റി. അബദ്ധം പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയാണ് നമുക്ക്. അല്ലാണ്ട് 2 നേന്ത്രവാഴക്കൊന്ന് വേറെ വാങ്ങിച്ചു കൊണ്ടിട്ട്, അപ്പോൾ അത് നടണം ഇവിടെ. അപ്പോൾ ഈ മത്തല്ലേ, ഈ മത്തൻ നമ്മൾ കളയാൻ പോകണം. ഇതിൽ കാട് പിടിച്ച് കിടക്കാൻ കേട്ടാ. അവിടെ മത്തൻ അടിപൊളിയിട്ടുണ്ട്. ഈ മത്തൻ മീൻ്റെ മത്തങ്ങിയില്ലേ, വളരെ ചെറുത്, ഇത്രയ്ക്ക് പോകുന്നതാകുമ്പോഴേക്കും അവർ കേടായി പോവുക. പിന്നെ അതല്ല, ഇതിൻ്റെ ഇടയിൽ വല്ല പാമ്പൊക്കെ വന്നു കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ പോകണില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് വെടുപ്പാക്കി അവാടിന്ന് നടണ്ട വരും. പാമ്പുകൾ വന്നു കിടന്നു കഴിഞ്ഞാൽ ഇത് കേട്ടോ, അത് എങ്ങനെ മത്തങ്ങി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് വലിപ്പം വലിയ, അപ്പൊ എന്താ കളയണത്? വലിപ്പം വലിയ ഒരു മത്തങ്ങയാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടാ. നമ്മൾ ഇത്രയ്ക്ക് കൃഷി ചെയ്തിട്ട് ഇതൊക്കെ നമ്മുടെ കമ്പോസ്റ്റ് കുഴിക്ക് വളമാണ് കേട്ടാ. ഇതിൽ വളമാണ്. ഇതിലുണ്ടായി മത്തങ്ങ ഞാൻ കാണിച്ചു തരാം കേട്ടാ. അതെ ഒരു വലിപ്പം വയ്ക്കില്ലേ, കണ്ട കേടായോ, കണ്ട നോക്കി സാർ കണ്ട. ഇതാണ് എൻ്റെ ഗതി. നമ്മളെന്തൊട്ട് ചെയ്യുക? അവിടെയോ ഇവിടെ ഉണ്ടായതോ? അവിടെ ഉണ്ടാവണത് അത് നാശമായി പോയി. അത് നാശമായി പോയി. ആ വലുത് വലുത് അത് നാശമായി. അതെന്താണെന്ന് അറിയില്ല. ഈ മത്തങ്ങയ്ക്ക് പറ്റിയത് കണ്ണ് പറ്റിയതാണോ? മഴ പെയ്തോണ്ടാവും. ഞാൻ കണ്ണ് പറ്റിയെന്ന് പറയാൻ പാടില്ല സാറേ. മഴ പെയ്തോണ്ടാവോ? മഴ പെയ്ത് കഴിഞ്ഞാൽ മത്തങ്ങ നാശാവില്ലേ? അല്ലാണ്ട് അവിടെ വലിയ മത്തങ്ങ ഉണ്ടാവണത്. അത് മഴക്കാലത്തിന് മുന്നേ അവിടെ ഉണ്ടാവില്ല, കഴിഞ്ഞില്ലേ? ഇല്ലേ, എപ്പോഴും ഉണ്ട്. കണ്ണ് പറ്റിയെന്ന് പറഞ്ഞ വാക്ക് പറയണില്ലേ, പറയണ്ട. കണ്ണ് പറ്റാൻ മാത്രം അതിന് മത്തങ്ങ അങ്ങനെയാണെങ്കിൽ രണ്ട അവിടെയല്ല കണ്ണ് പറ്റേണ്ട. ഇത്രയും വലിയ മത്തങ്ങകൾ പൊട്ടിച്ചിട്ട് ചില സാധനം ഉണ്ടാവും, ചിലത് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ചിലവരെ ശരിയാവും, ചിലവരെ ശരിയാവില്ലേ. ഇതൊന്നും ഇവിടെ മറ്റേ കാല് പയറിന് വേണ്ടിയിട്ട് കുഴിച്ചിട്ടതാ. കൊള്ളിയെ ഇത് കൊള്ളികൾ വലുതായി, പയർ വലുതായില്ലേ. കണ്ട കൊള്ളിയുടെ കണ്ട് കണ്ട, വെറുതെ കുഴിച്ചിട്ടതാ. അതുപോലെ മാറ്റാറായില്ലേ? ഇത് ഉണ്ടാവില്ല, കഴിഞ്ഞു. പടവലങ്ങല്ലേ? പടവലങ്ങ കഴിഞ്ഞു. വേണ്ട, നമ്മൾ കൃഷിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗം ഇങ്ങനെ ഉണ്ടായി അതിൻ്റെ ഒപ്പം തന്നെ നശിക്കും. അപ്പോൾ നമ്മൾ അടുത്തത് ഉണ്ടാവാനായിട്ട് കുറേ നാൾ പിടിക്കും. ചിലപ്പോൾ ആ സമയത്ത് ഇത് പിടിക്കില്ല, അപ്പോൾ പുല്ല് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൃഷിയുടെ ഒരു അനുഭവം. അല്ലാണ്ട് കൃഷി എല്ലാ സമയത്തും ഒരേപോലെ നല്ല ഭംഗിയിലുണ്ടാവും എന്നുള്ള പ്രതീക്ഷ പാടില്ലേ. അപ്പം നമുക്ക് റംബൂട്ടാണ്ടായി. ആ റംബൂട്ടാൻ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആ റംബൂട്ടാൻ മരത്തിനെ കാണാൻ വല്ല ഭംഗിയില്ല, മനസ്സിലായില്ലേ? ആ എന്നിട്ട് റംബൂട്ടാൻ മരത്തിനെ കാണാൻ വല്ല ഭംഗിയില്ല. റംബൂട്ടാൻ നിൽക്കുമ്പോൾ നല്ല ഭംഗിയില്ല നടന്ന്. നോക്കിയ സാർ, ഇത് മറ്റേ സാധനം മറ്റേ ഇത് ഗോൾഡൻ ബെറി. പഴുത്തിട്ടില്ലല്ലോ. പഴുത്താലും പഴുത്തിട്ട് വെറുതെ നോക്കിക്കോ. അല്ല, അപ്പം അത് വല്ല ഭംഗിയില്ല, അത്രയുള്ള. അങ്ങനെ തന്നെയാണ് ഓരോ സാധനങ്ങളുടെ കാര്യങ്ങളൊന്നും. കൊള്ളി ഭയങ്കരമായി വിളിച്ചേ. കൊള്ളി വലിച്ചോട്ടെട്ടാ. ഈ കൊള്ളി ഇത് വലിക്കാനാ കണ്ട ഞാരുകളുണ്ടാണ്ട്. അതെന്താ ഇനി വലിക്കണ്ട, ചിലപ്പോ അത് വണ്ണം വയ്ക്കട്ടെ. അല്ല, ഇവിടെ കൊള്ളി പറ്റില്ല, ഇവിടെ കാട് പിടിച്ചു. ഇതൊക്കെ വെടുപ്പാക്കി ഇതിലിത് ക്ലീൻ ചെയ്യും. പയറാണോ? ആ പയറ്, പയറിന്റെ വള്ളീരെ കനം നോക്കിയേ. ഉണ്ടായില്ലെങ്കിലും അതന്നെയാ പറഞ്ഞത്. ഏത് പയറാന്നറിയ? ഇത് ലോലയാ. ലോലിന് കണ്ട, ഇത് കണ്ട, ഒക്കെ പെട്ടെത്തി കാട്ടുവള്ളി പോലെ ഉണ്ടല്ലേ, കണ്ട. ഇതൊക്കെയാണ്. എന്നിട്ട് ഇതുമെന്ന് ഒരു ലോലപ്പയർ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത. ഒരെണ്ണം പോലും ഇത്രയ്ക്ക് കനം കൂടിയ സാധനം ഉണ്ടായിട്ട് ഒരു പയർ പോലും ഇതും ഉണ്ടായില്ല. ഈ പന്തലുമ്പ് കയറിക്കണ മറ്റേ ഇതാണല്ലോ പശുവിന് ഇഷ്ടമുള്ള മറ്റേ വള്ളിയില്ലേ, പുല്ല്.
ഇനി നമുക്കേ അത് ചെത്തി വെടുപ്പാക്കാം. ഇത് പിടിച്ചോ. അപ്പൊ ഇത് ഇവിടെ ഇട്ട് പോയി അല്ലല്ല അങ്ങോട്ട് വരും. അല്ലാണ്ട് ഇത് വെടുപ്പാക്കിയില്ലെങ്കിൽ ഇപ്പം താണല്ലുണ്ട് ഇവിടെ. എനിക്കിവിടെ വെടുപ്പാക്കി അല്ലേട്ടൻ നമ്മുടെ ജയിൽ പടിയിൽ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുന്നതാ. ജയിൽ പടിയില്ലേ സരിത, അവിടെ വാഴക്കന്ന് വെക്കുന്നുണ്ടേ. അവിടെ നാട്ടിലെ ഇപ്പോഴും വാഴക്കന്ന് വാങ്ങിക്കുന്നത് കണ്ട. ഓരോ ചീരരെ വലിപ്പം നോക്ക്. അതന്നെയാണോ ഇപ്പൊ നമ്മള് വെട്ടിയ കന്ന്? അല്ലല്ല, അത് നമ്മൾ മണ്ണുത്തിന്ന് വാങ്ങിച്ചു കൊണ്ടിട്ടുള്ള മറ്റേ ടിഷ്യൂണ്. അതാണെങ്കിൽ ആ സാധനം ഈ കായ്കോലില്ലേ, ആ വാഴ വേണം വേണ്ടാന്ന് വെച്ചിട്ട് കുറേ നാൾ നിന്നിട്ട് അവസാനം അതിനൊരു വളർച്ച വന്നതാണ്. അതിന് സ്വയം തോന്നിയിട്ട് എനിക്ക് വളരാം. എനിക്ക് എൻ്റെ മുതലാളി ഇത്രയ്ക്കധികം ചാരമൊക്കെ തരുന്നതല്ലേ. അല്ല ചാണകം തരുന്നതല്ലേ. അപ്പോൾ ഒരു നല്ല കായ്കൊല കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തന്നത്. അങ്ങനെ അത് നല്ല കൊല ഇത്. ഇനിയിപ്പോൾ നോക്കിയേ അടുത്തത് ഇതിവിടെ നോക്കിയേ ഈ നേന്ത്രവാഴ കേട്ടോ. നോക്കിയേ ഈ വാഴ കണ്ട കൊലയ്ക്ക് ഇറങ്ങി തുടങ്ങി കണ്ട. നല്ല മഴ പിടിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പ് പറ്റില്ല. അപ്പോൾ അടിപൊളി ഒരു കൊലയും കൂടി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവനിലേക്ക് കയറും. അടുപ്പിച്ച് നമുക്ക് എപ്പോഴും നേന്ത്രപ്പഴം കിട്ടേണ്ട രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ നോക്കി അവിടെ ഓരോ വാഴകളുണ്ട് വലുതായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കായ്ക്കൊലകളൊക്കെ ഇടയ്ക്ക് എന്താ പറയുക ഒരു മെസ്സിയൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് ലോകത്തിലൊരു മെസ്സി, ഒരു അത്ഭുതങ്ങൾ, സച്ചിൻ തെണ്ടുൽക്കർ, അങ്ങനെയൊക്കെ ഓരോരുത്തരുണ്ടാവില്ലേ. ഒരു റൊണാൾഡോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക മനസ്സിലായി അതുപോലുള്ള സംഗതികളാണ് ഇതൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഹാപ്പി അയക്കുന്നതിന് മുന്നും അവിടെ വെച്ചിട്ടൊരു കായ്ക്കൊല ഉണ്ടായി. ചാവാരി പിടിച്ചൊരു സാധനം ഇതുപോലെ തന്നെ വിരലിൻ്റെ കാലത്തുള്ള നേന്ത്രക്കായ്കളായിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ തന്നെ ഇതേപോലെയുള്ള വളങ്ങൾ ഇതേപോലെയുള്ള സാധനങ്ങൾ ചെയ്തിട്ട് ആയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ കുറ്റം ആരുടെയാ പറയൂ? നേന്ത്രവാഴയുടെ കുറ്റം. കുറ്റം നേന്ത്രവാഴയുടെ അതുണ്ടാവാണ്ടല്ലേ ചൂന്. അതാ പറഞ്ഞത് ഒരു ഭാഗ്യം. കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണേനേക്കാളും കൂടുതൽ കൊടുക്കണ അളവിനേക്കാളും കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതാ പറഞ്ഞു ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. അല്ലാണ്ട് നമ്മുടെ ഒരു കഴിവും നല്ല ഈ സാധനം. ഞാൻ കഴിവ് ചെയ്തിട്ട് ഞാൻ പച്ചക്കറി കണ്ടമാനം ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ലേ. അങ്ങനെ ആരാ പറയാറ്? ചേട്ടനെ കുറിച്ച് ആരും അങ്ങനെ പറയില്ലേ. മൂക്കില്ല രാജ്യത്ത് സിനിമയില് പറയില്ലേ, മൂക്കില്ല രാജ്യത്ത് സിനിമയില് പറയില്ലേ, അവർക്ക് അമിതാഭ് ബച്ചനെ കാണാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടിട്ട് ഡോക്ടറോട് അനുവാദം ചോദിക്കില്ലേ. പറയില്ല ഞങ്ങൾക്ക് ഇപ്പൊ വല്ല കുഴപ്പമുണ്ടാ, ഞങ്ങള് വെറുതെ ആവശ്യമില്ലാണ്ടല്ലേ ഈ പ്രാന്തന്മാരുടെ കൂടി ഇട്ടേക്കണത്. ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഞങ്ങള് രോഗികളെ ചികിത്സിക്കുന്നില്ല, സഹായിക്കാറില്ലേ. ഡോക്ടർ പറയുന്നതിനേക്കാളും കൂടുതൽ മരുന്ന് സമയത്തിന് കഴിക്കാറില്ല. ഇതൊക്കെ തന്നെ ഇതിന്റെ ലക്ഷണം. പറഞ്ഞ പോലെ ആവശ്യത്തിനേക്കാളും കൂടുതൽ വളം ചേട്ട് ഇട്ട് കൊടുത്ത് പരിപാലിക്കുന്നുണ്ട്. എന്നിട്ടുണ്ടാവണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെ കുറ്റല്ലേ. എന്നാലും നമുക്ക് ഇവരോട് സ്നേഹം അതന്നെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റും. ഇപ്രാവശ്യം മാറ്റിയില്ലേ? എന്നിട്ട് ഇപ്രാവശ്യം അധികം ഒന്നും മാറ്റിയിട്ടില്ല. ഞാൻ മാറ്റണ എന്നെ കാണിക്കണില്ലേ വീഡിയോയില്? ആര് ഒന്നും മാറ്റിയിട്ടില്ലേ? വേണ്ട കായ് മുറിച്ച അപ്പഴേ അല്ലത് വേണ്ട കായ് പൊട്ടിച്ച അപ്പഴേ ഞാൻ ഇവിടെ വെടുപ്പാകട്ടെ. നീ വേണ്ട അമ്മിലുണ്ട് കേട്ടോ സാർ. ഇത് കാണില്ലേ വെണ്ടക്കായ? അതൊരു സാധനം കുറ്റി പോലെ കാണില്ലോ, പക്ഷെ വെണ്ടക്കായ കിട്ടും. അത് മുന്ന് പൊട്ടിക്കുക. അതിമിലുണ്ട്, അവിടെ കോവക്കായ ഉണ്ട്, ഒക്കെ പൊട്ടിച്ചോ. അപ്പോഴേക്കും ഞാൻ ഇവിടെ വെടുപ്പാക്കിയിട്ട് വാഴ കുടിച്ചിടാം. ഇതൊക്കെ വളഞ്ഞല്ലോ, ഒക്കെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കണേ. അതൊക്കെ പൊട്ടിച്ചോ. ഒരു മഴയുടെ ഒരു കോട് ആകുമ്പോൾ നോക്കിയേ, ബാക്കിൽ നോക്കിയേ മഴക്കാർ കണ്ട ഏത് നിമിഷം അലക്കും. അപ്പോൾ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കായ്കൊല എടുത്തിട്ട് വീട്ടിലേക്ക് ഓടേണ്ടി വരും സാർ. ഇതാ നോക്കിയാൽ മണ്ണിര മയ്യ നമ്മുടെ പറമ്പിൽ കണ്ട. നോക്കിയേ മണ്ണിര നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് നല്ല ഫലഭൂയിഷ്ടമാണെന്നുള്ള തന്നെ തെളിവാണ് കേട്ടോ.
കുറച്ച് കിട്ടി. അത്ര മതിയില്ലേ എൻ്റെ? കുറച്ച് പൊട്ടിച്ചത് ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജില്. കോവയ്ക്ക ഞാൻ ഈ നേന്ത്രവാഴയ്ക്ക് വളരെ ചെറിയൊരു കുഴിയാണ് കുത്തിട്ടില്ല കേട്ടോ. അവിടെയും ആ നേന്ത്രവാഴയ്ക്കും ഇതേപോലത്തെ ഒരു ചെറിയ കുഴി കുത്തിയില്ല കേട്ടോ. വെറുതെ അതിൽ നട്ടു, എന്നിട്ട് ഉണ്ടായവരാണ്. എന്നിട്ട് ഇതിന് ചുറ്റും മണ്ണിടും നമ്മൾ. വല്ലാണ്ട് താത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറു പറ്റി, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഒന്നും വളങ്ങളൊന്നും ഇടുന്നില്ല, വെറുതെ സുജിത് ചെയ്യുന്ന പോലെ 2 കള വെച്ചിട്ട് വെറുതെ വെച്ച് പോകുന്ന പരിപാടികളല്ലോ കേട്ടോ. ഉണ്ടായിക്കൊള്ളട്ടെ. നമ്മള് പറക്കായിരുന്നു. കപ്പലണ്ടി പറക്കണ എന്നാ പറയാ. നമ്മൾ ആ വാഴര ഇപ്പൊ വാഴക്കൊല വെട്ടിയില്ലേ, അല്ല കായ്ക്കൊല വെട്ടിയില്ലേ, ആ കായ്ക്കൊല വെട്ടിയതിന് കന്നുണ്ട്, നല്ല സ്ട്രോങ്ങാ. അവനെ പറക്കില്ല കേട്ടാ. അപ്പൊ അത് നിന്ന് അവന് ഈ വാഴകളുടെ ഉയരായി, അതിലുയരായി അവൻ്റെ അതിൽ നിന്ന് കൊലകൾ കിട്ടും. അപ്പം അതിന് തൊടില്ല. നമുക്ക് 7 നിമിഷം നമുക്കിതെടുത്ത് ഓടാറായി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കളിച്ചാൽ ശരിയല്ല, 7 നിമിഷം അലക്കും. അപ്പോൾ നമുക്ക് തൂക്കം നോക്കാം. കൊല സരിത തോളത്ത് തട്ടി പുറത്ത് വയ്ക്കണ്ട, എന്നിട്ട് എന്നെ ചേട്ടൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതൊക്കെ എടുക്കണ്ട, കൊണ്ടുപോകണ്ട. അപ്പോൾ മഹത്തായ ഈ കായ്കൊല വല്ലവരും ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ? ഇത് ജൈവ കൊലയാണെന്ന് വിശ്വസിക്കുമോ? ഇല്ല, ഒരാളും വിശ്വസിക്കില്ല. ബാക്കിലേക്ക് വീഴോ ചേട്ടൻ? എൻ്റെ ബാലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പറയും വളം ഇംഗ്ലീഷ് വളം ഇട്ടിട്ട് ഉണ്ടാക്കിയ സാധനമാണെന്ന് പറയും. എന്നെ അറിയാത്തവർ കേട്ടാ. ഇതിപ്പോൾ കയറയത്ത് വെച്ചിട്ട് തൂക്കം നോക്കണം കേട്ടാ. മറന്നു പിള്ളേരെങ്കിൽ സാർ ഓടാന്ന് പ്രത്യേകിച്ചുള്ള എന്തുകൊണ്ട് ഓടണ്ട, നടന്നാ മതി. ഓടിക്കഴിഞ്ഞാൽ ഞാൻ വീഴും. ആ തൂക്കം നോക്കണ ത്രാസില്ലേ, അതെടുക്കാം. അടുത്തോ. ഈ പഴത്തിൻ്റെ സ്വാദില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുമ്മ വയ്ക്കാൻ പറ്റില്ല. വെറുതെ തൂക്കം നോക്കാനായിട്ട്. ജഗോ ത്രാസ് എടുത്തോണേ, ത്രാസ് കാല് ചേട്ടാ കേറണില്ല. കായ്കൊല ഇത് ഇങ്ങനെ എടുക്കുമ്പോഴേ നമ്മൾ ക്ഷീണിച്ചു നോക്കി ഒരു കായ്കൊല ഉണ്ടാ. ഈ ലൈറ്റ് ഇട്, എന്നിട്ട് ആ ത്രാസ് എടുത്തു. ത്രാസ് മറ്റേതോ ആ ത്രാസ് പറ്റില്ല, ഈ ത്രാസ് എടുത്തുണ്ട് നമ്മൾ വയ്ക്കാം. ഈ ത്രാസുമിലാണ് വെക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. സരിതടി ഇത് മിരിക്കുമോ എനിക്കറിയില്ല. പിടിച്ചു നിൽക്കേണ്ടി വരും ചേട്ടാ. ആദ്യം നിൽക്കാം, ചേട്ടൻ്റെ വെയിറ്റ് നോക്കാം, എന്നിട്ട് വാഴക്കൊലയും പിടിച്ച് നിൽക്കാം. അതെ, എന്നിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഒരു മിനിറ്റ് കേട്ടാ. ഇങ്ങനെ വെച്ചപ്പോൾ 15,600 കണ്ടത് കേട്ടാ. ആണോ? 15,600 കണ്ടത്. ഇപ്പം അറിയില്ല, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഞാൻ 67,500 കാല് നിന്നു കേട്ടാ. അയ്യോ, അത് അടിച്ചു പോയാ. അതായത് മഴ പെയ്തു. എത്രയാ? 50,900. ഒരു മിനിറ്റ് കേട്ടാ, ഞാൻ തൂക്കം നോക്കിയിട്ട് കൈ പിടിച്ച് വെക്കാം. അതാ നിവർത്തിയുള്ള ചാർജ് കഴിഞ്ഞു അതിൻ്റെ കാലുമണ്ണുണ്ട്. 68,250. ഇപ്പടി ഇറങ്ങിന്നിട്ട് കയറുന്നല്ല കറക്റ്റ് ആവുള്ളൂ. അതെ, നിൽക്കട്ടെ. 68,200 എത്രയായി? 84,100. 84,100. അപ്പോൾ കുറച്ച് വയ്ക്കുക ചേട്ടൻ. എത്രയാണ്? 68,200. 15,900. നേരത്തെ വെച്ച് 15,900 തന്നെയാണ്. അപ്പോൾ 15,900 ഒരു കൊലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അന്ന് കിട്ടിയ കൊലേനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. അന്ന് ഇത് 27 കിലോ ഉണ്ടായിരുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ല. അറ്റത്തായിരുന്നു. ഇനി ഇത് പഴുത്തിട്ട് അവർക്ക് ഓരോ പടല വീതം കൊടുക്കണം. അതായത് ഇങ്ങനത്തെ പഴത്തിൻ്റെ സ്വാദൊന്ന് അറിയണം. അപ്പം നിർത്താം. എന്തായാലും ഇംഗ്ലീഷ് നല്ലൊരു വിളവെടുപ്പ്. അപ്പോൾ നിർത്താം.